ഒന്ന് ഇടപെടുകയാണ്. ശ്രീ മിഥുൻ വിജയകുമാർ, ഇന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രസ്താവന അത് BJP അതിന് തിരിച്ചടിച്ചുകൊണ്ട് വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഇപ്പോഴും പാകിസ്ഥാന്റെ നാവായി പ്രവർത്തിക്കുന്നുവെന്ന്. പക്ഷെ ഒരു ഇന്റലിജൻസ് വീഴ്ച ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ എന്നാണ് കോൺഗ്രസിന്റെ വാദം ഇതിനെക്കുറിച്ച്. അല്ല മഞ്ജുഷ, ഇതൊരു ഇന്റലിജൻസ് വീഴ്ച ചൂണ്ടിക്കാണിക്കല്ല. ഇന്റലിജൻസ് വീഴ്ച അവിടെ ഉണ്ടായി. അതിപ്പോ ഓരോ അറ്റാക്ക് നടന്നപ്പോഴും, അതിപ്പം മുംബൈ അറ്റാക്ക് ആണെങ്കിലും ഡൽഹിയിലെ സ്ഫോടനങ്ങളാണെങ്കിലും മറ്റേത് സ്ഫോടനം നടന്നപ്പോഴൊക്കെ ആണെങ്കിലും ഏതൊക്കെ ടെറർ അറ്റാക്ക് നടന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു ഇന്റലിജൻസ് വീഴ്ച ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അവിടെ ഒരു അറ്റാക്ക് നടന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇതിനെ നോക്കി കാണുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞത് അതല്ല. പ്രധാനമന്ത്രിക്ക് കൃത്യമായ വിവരം ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ചെന്നും 3 ദിവസം മുമ്പ് തന്നെ പ്രധാനമന്ത്രിക്ക് ഇതിനെക്കുറിച്ച് വിവരം കിട്ടിയെന്നും അത് അദ്ദേഹം ഈ പറഞ്ഞ പോലെ മല്ലികാർജ്ജുൻ ഖാർഗെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ചെയ്തു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പൊ ഏതാണ് ആ ന്യൂസ് പേപ്പർ എന്നെങ്കിലും കോൺഗ്രസ് പറയേണ്ട ഇവിടെ. ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഒരു ഭാഗത്ത് അവരൊരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുകയാണ്, ഞങ്ങൾ രാജ്യത്തോടൊപ്പമാണ്, ഞങ്ങൾ ഗവൺമെന്റിനോടൊപ്പം എല്ലാ കാര്യത്തിലും സഹകരിക്കുമെന്ന്. മറുഭാഗത്ത് അവരുടെ നേതാക്കൾ ഓരോ ദിവസമായിട്ട് ഇപ്പൊ വന്ന് അവസാനം കോൺഗ്രസ് പ്രസിഡന്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ ഇത്രയധികം എന്താ പറയുക, പാകിസ്ഥാൻ നമ്മളെ ഡിപ്ലോമാറ്റിക്കലി അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ പാകിസ്ഥാന്റെ പൊസിഷൻ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഈ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള ചില കാര്യങ്ങളാണ് അവർ യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറയട്ടെ, ഈ UN പാകിസ്ഥാൻ പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെയും ഒമർ അബ്ദുള്ളയുടെ ഒക്കെ ട്വീറ്റ്സ് ആണ് കോട്ട് ചെയ്തുകൊണ്ട് കാണിക്കാറുള്ളത്. അതായത് ജമ്മു ആൻഡ് കാശ്മീരിലെ സിവിൽ ലിബർട്ടീസ് തകരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവർ കോട്ട് ചെയ്യുന്നത് പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ഒക്കെ ട്വീറ്റ് ആണ്. അപ്പൊ ഇവിടെ പാകിസ്ഥാനിന് വേണ്ടി ഒരു ഇൻസൈഡർ ജോബ് ചെയ്യുന്ന കാര്യം എന്തിനാണ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ് കോൺഗ്രസിന് ഇപ്പോൾ ഉള്ളത്? നമ്മൾ പല സ്റ്റേറ്റ്മെന്റ്സും കണ്ടില്ലേ. ഇപ്പം കേരള പ്രദേശ് കോൺഗ്രസിന്റെ ട്വീറ്റ് പോലും കണ്ടില്ലേ നമ്മൾ. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് എന്തുകൊണ്ട് കുറച്ചുകൂടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നിലപാട് സ്വീകരിച്ചുകൂടാ? കാരണം രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പൊ അവിടെയെങ്കിലും ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു തൽക്കാലത്തേക്ക് ഈ ഒരു പ്രശ്നം കഴിയുന്നവരെങ്കിലും രാജ്യത്തോടൊപ്പം നിൽക്കാം എന്ന് ചിന്തിക്കാൻ കോൺഗ്രസ് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള വലിയ ചോദ്യമല്ല അവിടെ. പിന്നെ പാകിസ്ഥാനെ സംബന്ധിച്ച് മഞ്ജുഷ, പാകിസ്ഥാൻ എപ്പോഴൊക്കെ യുദ്ധത്തിന് ഒരുങ്ങിയിട്ടുണ്ടോ, അതിപ്പം 47 അവരുടെ ട്രൈബൽ ഇൻവേഷൻ ആണെങ്കിലും 71 യുദ്ധമാണെങ്കിലും അല്ലെ 99 ഹൈ ആൾട്ടിറ്റ്യൂഡ് കോൺഫ്ലിക്റ്റ് ആണെങ്കിലും എപ്പോഴും പാകിസ്ഥാൻ ഒന്നുകിൽ റിട്രീറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സറണ്ടർ ചെയ്തിട്ടുണ്ട്, അവരുടെ മിലിറ്ററി ഹ്യൂമിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇനി അതും അല്ലെങ്കിൽ ഡിപ്ലോമാറ്റിക്കലി കോർണർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം അതൊക്കെ തന്നെയാണ് നടക്കാൻ പോകുന്നത്. കാരണം അവരുടെ ഓരോ യുദ്ധത്തിനും ഒരു പാറ്റേൺ ഉണ്ട്. അതായത് ഒരു മോശമായ പ്ലാനിങ്, അവരുടെ മിലിറ്ററി കമാൻഡേഴ്സ്, ഈ പറയുന്ന പൊളിറ്റീഷ്യൻസ് തുടക്കത്തിൽ തന്നെ ഭയങ്കരമായിട്ടുള്ള ഓവർ കോൺഫിഡൻസ് അവർ കാണിക്കും. അവരുടെ ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് വരും. പിന്നെ ഇന്ത്യൻ ആർമിയുടെ സ്ട്രെങ്ത്തിനെ അവർ പലപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താണ് കാണാറുള്ളത്. പക്ഷെ ഒരു യുദ്ധം നടന്നു കഴിഞ്ഞാൽ അതിന്റെ ഔട്ട്കം എന്താണെന്ന് നോക്കിയാൽ നമുക്ക് എല്ലാ തവണയും കാണാൻ പറ്റും പാകിസ്ഥാൻ ഭയങ്കരമായിട്ട് ഹ്യൂമിലേറ്റ് ചെയ്യപ്പെടുകയാണ്. ഈ തവണയും നമുക്ക് ഈ പറയുന്ന പാറ്റേൺസ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം പ്രെഡിക്റ്റ് ചെയ്യാം. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ ഇപ്പോൾ ഒരു എന്താ പറയുക, ഗ്ലോബൽ ഫയർ പവർ ഇൻഡെക്സ് പ്രകാരം 4ാമത്തെ ശക്തിയാണ്. പാകിസ്ഥാൻ ആണെങ്കിൽ അതിൽ വളരെ താഴെയാണ്. അപ്പൊ 12ാമത്തെ സ്ഥാനങ്ങളാണ് പാകിസ്ഥാന്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ പാകിസ്ഥാൻ എന്തുകൊണ്ടും ഇന്ത്യയോട് ഒരു ഡിഫൻസിന് എന്താ പറയാ, ഇന്ത്യയെ അറ്റാക്ക് ചെയ്യാൻ അല്ലെ ഒരു അഗ്രസീവ് മെഷർ സ്വീകരിക്കാൻ പറ്റിയൊരു പൊസിഷൻ അല്ല പാകിസ്ഥാൻ ഇപ്പൊ നിൽക്കുന്നത്. പക്ഷെ അതേസമയം പാകിസ്ഥാന്റെ എക്കണോമിക് സ്റ്റേറ്റസ് നമ്മൾ നോക്കുകയാണെങ്കിലും ഇന്ത്യ കൂടുതലും പാകിസ്ഥാനെ എക്കണോമിക്കലി ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാകിസ്ഥാന്റെ ഫോറക്സ് റിസർവ്സ് ഓരോ ദിവസമായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ റേറ്റിംഗ് ഏജൻസിയായ മൂഡീസിന്റെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതായത് യുദ്ധം ഉണ്ടായ പാകിസ്ഥാന്റെ കാര്യം വലിയ തകർച്ചയിലേക്ക് പോകുമെന്നും എന്നാൽ ഇന്ത്യക്ക് അത് സർവൈവ് ചെയ്യാൻ പറ്റുമെന്നാണ് മൂഡീസിന്റെ ഒരു റിപ്പോർട്ടിൽ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ വലിയൊരു എന്താ പറയുക, ഒരു തകർച്ചയിലേക്ക്, ഇപ്പൊ ഇന്ത്യ ഒരു ആയുധം പോലും എടുക്കാതെ തന്നെ പാകിസ്ഥാൻ വലിയൊരു തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്കൊരു യുദ്ധം നടത്തണമെങ്കിൽ പോലും ഒരു എന്താ പറയുക, ലോൺ എടുത്ത് യുദ്ധം നടത്തേണ്ട അവസ്ഥയിലാണ് പാകിസ്ഥാൻ ഉള്ളത്. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തെക്കാൾ കൂടുതൽ ഇന്ത്യക്ക് അകത്തുനിന്ന് വരുന്ന ഇങ്ങനെയുള്ള ചില ശബ്ദങ്ങളെ കൺട്രോൾ ചെയ്യാന്നുള്ളതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഒരു പ്രശ്നം. അവിടെ കോൺഗ്രസിനെ പോലുള്ള പാർട്ടികൾ, BJPക്ക് എതിരെ നിൽക്കുന്ന പാർട്ടികൾ കുറച്ചുകൂടെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സ്റ്റാൻസ് എടുക്കണം. ശരി മിഥുൻ, ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യോമസേന നാളെ